ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് ഇന്ന് മുൻകൂർ ജാമ്യം എടുത്തേക്കും. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ ബാർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചേരും. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് ഇതുവരെ ഒളിവിൽ തുടരുകയാണ്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിര അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനായുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോൾ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ വലിയ വ്യാപകമായൊരു തെരച്ചിൽ നടത്തി വന്നിരുന്നെങ്കിലും അതിനെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. പോലീസ് ഇപ്പോഴും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും ബെയ്ലിൻ ദാസ് ഇപ്പോഴും കാണാമറയത്താണ്. ബെയ്ലിൻ ദാസ് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള സൂചനകൾ അടക്കം ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു കൃത്യത വന്നിട്ടില്ല. ഏതായാലും ഈ യുവ അഭിഭാഷകയെ മർദ്ദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബാർ കൗൺസിൽ അടക്കം പ്രത്യേക ചർച്ച നടത്തിയിരുന്നു. പ്രത്യേക യോഗത്തിന് ശേഷം ഇന്ന് ബാർ അസോസിയേഷൻ പ്രത്യേക നടപടിയെടുക്കാനായുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ബെയ്ലിൻ ദാസിനെ സസ്പെൻഡ് ചെയ്താൽ മതിയാകില്ല, ബെയ്ലിൻ ദാസിനെ പുറത്താക്കണമെന്നൊരു ആവശ്യം ഒരു വിഭാഗം അഭിഭാഷകർക്കിടയിൽ ഉണ്ട്, അഭിപ്രായമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യമായതുകൊണ്ട് തന്നെ ഇന്ന് ജനറൽ ബോഡി യോഗം ചേരും. യോഗം ചേരുമ്പോൾ അതിലൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ ബെയ്ലിൻ ദാസിന്റെ മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമം നടത്തുമെന്നുള്ള സാധ്യതയും കാണുന്നുണ്ട്. മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ശ്രമമാണ്, അതിന്റെ ഭാഗമായാണ് ഒളിവിൽ പോയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് വ്യാപക പരിശോധന നടത്തി ഫോൺ ലൊക്കേഷൻ നോക്കാൻ ശ്രമിച്ചു. ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിട്ട് പോലും ആദ്യ ഘട്ടത്തിൽ പോലും ഒരിക്കലും ബെയ്ലിൻ ദാസിനെ ലഭിച്ചിരുന്നില്ല. എന്നാൽ ബെയ്ലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോഴേക്കും അതിനെ ബാർ അസോസിയേഷനിലെ സെക്രട്ടറി അടക്കമുള്ളവർ തടഞ്ഞു എന്നുള്ള ഒരു ആരോപണം നേരത്തെ നിലനിൽക്കുന്നത് വീണ്ടും ശക്തമാവുകയാണ്. ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, ആ സമയത്ത് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ കേസ് മുന്നോട്ട് വളരെ നല്ല രീതിയിൽ പോകുമായിരുന്നു എന്ന് തന്നെയാണ് അഭിഭാഷകയായ ശ്യാമിലിയും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏതായാലും അഭിഭാഷകയായ ശ്യാമിലിയെ ആ അടിയേറ്റ സ്ഥലത്ത്, അതായത് ഓഫീസിലേക്ക് കൊണ്ടുപോയി അന്ന് ദൃക്സാക്ഷികളായിരുന്നവരെയൊക്കെ അവരുടെയൊക്കെ മൊഴിയെടുത്ത് ആ സ്ഥലത്ത് വെച്ച് തെളിവ് ശേഖരണമെല്ലാം പോലീസ് നടത്തിയിട്ടുണ്ട്. ഏതായാലും കൃത്യമായ ദിശയിലാണ് അന്വേഷണം എന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് വാദം വരുന്നുണ്ടെങ്കിലും ഈ ബെയ്ലിൻ ദാസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു വിഷയം. ഏതായാലും വളരെ വൈകാതെ തന്നെ ബെയ്ലിൻ ദാസിനെ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകും, കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാകും. ഏതായാലും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് തുടരുന്നത്. അതേസമയം ഒളിവിൽ തുടരുന്ന ബെയ്ലിൻ ദാസ് മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള ശ്രമം വളരെ ശക്തമായി നടത്തിവരികയാണ്. വിഷ്ണു, അന്വേഷണം പുരോഗമിക്കുമ്പോഴും കൂടുതൽ വെളിപ്പെടുത്തലുമായി അഭിഭാഷക വീണ്ടും രംഗത്തെത്തിയിരുന്നു. ഗർഭിണിയായ സമയത്ത് പോലും ഉപദ്രവിച്ചു അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു അഭിഭാഷക പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അതിര അത്തരത്തിലുള്ള ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ പ്രതികരിച്ചതാണിത്. ഏതായാലും ആ സമയത്ത് കൃത്യമായി പറയുകയുണ്ടായിരുന്നു, കഴിഞ്ഞ മുമ്പ് താൻ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ഇതുപോലെ മർദ്ദിച്ചിരുന്നു, മറ്റുള്ളവരെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാൽ പലരോടും വളരെ മോശമായാണ് ബെയ്ലിൻ ദാസ് പെരുമാറുന്നതെന്നും ഓഫീസിൽ വളരെ കർക്കശ സ്വഭാവക്കാരനായിരുന്നു ബെയ്ലിൻ ദാസ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഈ മർദ്ദനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഈ ക്രൂരമായ മർദ്ദനം ഇപ്പോഴാണ് ഏറ്റത്. അതുകൊണ്ടാണ് പരാതി. അന്ന് തന്റെ ജോലിയെ ബാധിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ഇതൊന്നും ചെയ്യാതിരുന്നത്. മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും. ബെയ്ലിൻ ദാസിന് എത്രത്തോളം സ്വാധീനമുണ്ടെന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും ബെയ്ലിൻ ദാസിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ബെയ്ലിൻ ദാസിനെതിരായി കേസെടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ അടക്കം കൃത്യമായ രീതിയിലുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് വനിതാ കമ്മീഷൻ വരെ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ കാര്യമായ പരിഗണന ഉണ്ടാകുന്നുണ്ട്. നിലവിൽ അന്വേഷണത്തിൽ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ശ്യാമിലി അറിയിച്ചത്. അതോടൊപ്പം തന്നെ ബെയ്ലിൻ ദാസിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. ശരി വിഷ്ണു, അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് ഇന്ന് മുൻകൂർ ജാമ്യം എടുത്തേക്കും. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ ബാർ അസോസിയേഷൻ ജനറൽ ബോഡി ചേരും.